ഗായ്സ്, അപ്പോൾ നമുക്കൊരു വ്ളോഗ് കണ്ടു വയ്ക്കാമല്ലോ. ഞാനിങ്ങനെ ചുമ്മാ വെറുതെ ഇരിക്കില്ല വീട്ടിൽ. സോ റിലാക്സ്ഡ് ആകാൻ വേണ്ടിയിട്ട് അടുത്തുള്ള പാടത്ത് ജസ്റ്റ് ഈവനിങ് വാക്കിന് പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിലെടുത്ത വീഡിയോ ക്ലിപ്സാണിത്. അപ്പോൾ ഈ ഫ്ലവർ വെച്ചിട്ട് നല്ല രസമല്ല കാണാനുണ്ട്. സോ ഞാൻ ബൊക്കെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇല്ലാത്ത ബോയ് ഫ്രണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഞാൻ അപ്പം പറഞ്ഞ ഡയലോഗാണ്. ബാക്കിയുള്ള ഓൺ വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ എന്തൊക്കെയോ ഡയലോഗ് അടിക്കും അവിടെ കിടന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുക, യൂട്യൂബിനെ പറ്റിയിട്ടും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. സോ ഞാൻ അതൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പോയ ഇന്നത്തെ ക്ലൈമറ്റ് റെഡി അല്ലായിരുന്നു. മീൻസ് മറ്റേ ചില ഡേ ഉണ്ടല്ലോ നല്ല രസമാണ് രണ്ടും കൂടിയിട്ട്. മറ്റേ ഈവനിങ്ങിൽ മറ്റേ സണ്ണിങ്ങനെ നിൽക്കത്തില്ല, അതിൻ്റെ വെയിലും അങ്ങനെയൊക്കെയാണ് ഭയങ്കര രസമാകാറ്. പക്ഷെ നമ്മളുണ്ടല്ലോ ഇതൊക്കെ മിസ് ചെയ്യപ്പെടാന്നറിയോ. ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് മെയിനായിട്ട് കോളേജിലുള്ള ടൈമിൽ അതൊക്കെ മിസ് ചെയ്യാറ്. അവിടെ ആകുമ്പോൾ നമ്മൾ വീട്ടിലാകുമ്പോൾ നമുക്ക് യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴാണെങ്കിൽ അടുത്തുള്ള ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ലൈക്ക് അവരുടെ നമ്മൾ ചെറുപ്പം മുതൽ കണ്ടുകൊണ്ട് ലൈക്ക് അവർക്ക് നമ്മളിനെ കംപ്ലീറ്റ്ലി അറിയാം. ബട്ട് കോളേജിൽ വൺ ചെയ്യുന്നുണ്ടല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഇന്ന് ചിരിക്കുന്ന ആളെ ചിരിക്കത്തില്ല, അങ്ങനത്തെ ഒക്കെ കുറേ മൊട പരിപാടികളാണ്. അപ്പോൾ അതൊക്കെ ഒരു മാതിരിയാണ്. പിന്നെ ഇത് ഞാൻ എൻ്റെ വീട്ടിലെടുത്ത റാൻഡം ക്ലിപ്സാണ്. ഞാനിങ്ങനെ റീപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു. ഷോർട്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു പ്ലാൻസ് റീപ്പോർട്ട് ചെയ്യാൻ പോകുന്ന. അപ്പം അടുത്ത കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്ലിപ്സാണിത്. പിന്നെ ഞാനുണ്ടല്ലോ മാമൻ്റെ അടുത്ത് പോയായിരുന്നു. ഇവിടെ ഭയങ്കര ബോർഡായിട്ടിരുന്നു തുടങ്ങി. വെക്കേഷനെ വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ചൊറ പരിപാടി. നമ്മളൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കോളേജിൽ പോകണം അങ്ങനെയൊക്കെയല്ലേ. സോ ഞാൻ മാമൻ്റെ അവിടെ പോയി. അപ്പോൾ അവിടെ വെച്ചെങ്കിൽ ഷോപ്പ് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. സോ ഞാൻ അവരെന്നെ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യായിരുന്നു. മറ്റേ പുതിയ സാധനങ്ങൾ എടുക്കാൻ, അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ടും, പിന്നെ കുറേ പഴയ സാധനങ്ങളിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിലുള്ള കുറേ ഫൺ മൊമെൻറ്റ്സും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ വെച്ച് കളിക്കാൻ നല്ല രസം. ഞാൻ മെയിനായിട്ട് അവിടെ ചെയ്തിരുന്നു ഈ സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ പറക്കിയെടുത്ത് വെച്ചിട്ട് അതിരുന്ന് കളിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതും പിന്നെ നമ്മളുണ്ടല്ലോ ഷോപ്പ് റിനോവേറ്റ് ചെയ്ത് ശരിക്കല്ല റീ ഓപ്പണിങ് ചെയ്തത് ഇന്നലെയായിരുന്നു. ബട്ട് ചെങ്ങ ഒന്നിന് തന്നെ ലൈക്ക് വിളക്കൊക്കെ കത്തിച്ച് ശരിക്കൊരു ന്യൂ സ്റ്റാർട്ടപ്പായിട്ട് ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ വീണ്ടും സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ, അതൊന്നും സെറ്റ് ചെയ്ത് വരാനും നമുക്ക് മെയിനായിട്ടുള്ള പ്രശ്നം റിനോവേഷൻ അല്ലേ. സോ പഴയ സാധനങ്ങളിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കുക ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പരിപാടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോകുന്നായിരുന്നു. അപ്പോൾ ജസ്റ്റ് സെൽഫ് കെയർ പോലെ ചെയ്ത് എൻ്റെ റിപ്പോർട്ട് ചെയ്ത പ്ലാൻസിലൊക്കെ വീടൊന്ന് തലോടി ശുശ്രൂഷിച്ച് പിന്നെ പിറ്റേ ദിവസം മോർണിംഗ് ആയിരുന്നു റീ ഓപ്പണിംഗ് ഡേ. സോ അന്ന് മോർണിംഗ് നേരത്തെ അപ്പം എടുത്ത ക്ലിപ്സ് അതല്ല കേട്ടോ. ശരിക്കും ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നു. ബട്ട് അതൊന്നും നടന്നില്ല. സോ ഞാൻ വിചാരിച്ചു ചുമ്മാ ഗെറ്റ് റെഡി ചെയ്തിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ എടുത്ത് വയ്ക്കുന്ന കൂട്ടത്തിലെടുത്താൽ പിന്നെ പ്രോ റൈഡറായിട്ടുള്ള എൻ്റെ മമ്മീജി ഉള്ളതുകൊണ്ട് മമ്മീജിയാണ് സ്കൂട്ടി ഓടിച്ചത്. എന്നെ സമ്മതിച്ചില്ല ഗൈസ്. വെറുതെ ഈ ലൈസൻസും കൈപ്പിടിച്ച് കുത്തിരിക്കുന്ന ഞാൻ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാണ്ട് പോകേണ്ട അവിടെ പോയി മസാല ദോശയൊക്കെ കയറ്റി കുറച്ച് നേരം അവരെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ ഉച്ചയ്ക്കായപ്പോൾ അവിടെ തിരിച്ചു വീട്ടിലേക്ക്. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് റംബൂട്ടാനൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. ഇത് നെക്സ്റ്റ് ഡേ ഞാൻ ചുമ്മാ ഒരു സെൽഫ് കെയർ പോലെ ചെയ്യാന്ന് വെച്ചിട്ട് എണ്ണ ഇല്ലേ 40 എണ്ണ തേച്ചെടുത്ത് കണ്ണിൽ പോയിട്ട് എരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ. അതിൻ്റെ കൂടെ അലർജിയും പിടിച്ച് ആകെ തുമ്പിക്കളായി. പിന്നെ കുറച്ച് പാർസൽസ് വന്നത് അൺബോക്സ് ചെയ്യാനുണ്ടായിരുന്നു. ഇത് ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചു, കാരണം അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ആവും. സോ ഞാൻ ഓൾറെഡി കത്തി വെച്ചത് കട്ട് ചെയ്ത് വെച്ച് എന്നിട്ട് പിന്നെ ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് നൈക്കയിൽ ഞാൻ ഡോട്ട് ആൻഡ് കെയർ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങി നോക്കിയതായിരുന്നു. അപ്പം പിന്നെ അതിലൊന്നുമില്ല എന്നാണ് ഞാൻ കാണിക്കുന്നത്. നെക്സ്റ്റ് വെട്ടിയിൽ എന്താണെന്നറിയോ, മറ്റേ കോഫി മഗ്ഗില്ലേ, അതാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം. ഇത് ഞാൻ കുറേ ആൾക്കാരുടെ ഇങ്ങനെ പിൻട്രസ്റ്റിൽ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എത്ര കഴിഞ്ഞിട്ടത് ഞാൻ എന്ന് വരും ആലോചിച്ചിട്ട് വന്നതും ഞാൻ അറിഞ്ഞില്ല. ഇവിടെ എത്തിയതിന് ശേഷം ഞാൻ അറിയുന്നത് ഇതാ വന്നേന്നുള്ളത്.
അപ്പം ഞാനിതിൻ്റെ ടെക്നോളജിയൊക്കെ പഠിച്ചു വരികയായിരുന്നു, എന്തൊക്കെ പരിപാടി എന്നുള്ളത് ഇങ്ങനെ ജസ്റ്റ് എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കാമായിരുന്നു. ബട്ട് ഈ ബോക്സ് മാത്രം എന്നെ ചതിച്ചു ഗൈസ്. ഇത് ഞാൻ കുറേ നാളായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ പറയുക, ഈ മകനേക്കാൾ മുന്നേ ഓർഡർ ചെയ്ത സാധനം, പക്ഷെ ഭയങ്കര ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ. ലേറ്റായിട്ട് വന്ന സാധനമാണെന്ന് വെച്ചെങ്കിലും എന്നെ ചതിച്ചു. നല്ല വിഷമമുണ്ടായിരുന്നു എനിക്കത് പൊട്ടിച്ച ടൈമിൽ. നിങ്ങൾ കണ്ടു നോക്കിയാൽ ഞാൻ കാത്തിരുന്ന് കിട്ടിയ സാധനം, അതിൻ്റെ മിറർ പൊട്ടിയപ്പോഴുള്ളൊരു വിഷമമുണ്ടല്ലോ. പക്ഷെ കാണാൻ എന്ത് ക്യൂട്ടാന്ന് പറയുക ഈ സാധനം. പൊട്ടിയോണ്ട് എന്താ പറയുക, എനിക്ക് അച്ഛൻ റിട്ടേണും കൊടുക്കാൻ തോന്നുന്നില്ല. അവസാനം ഞാൻ എക്സ്ചേഞ്ച് കൊടുത്തിട്ടുണ്ടായത് കൊണ്ടു മീഷോ ഇങ്ങനെ ചതിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടിയും പാക്കേജ് നല്ലതായിരിക്കുന്നു. ബട്ട് പാക്കേജ് ഒന്നും കൊള്ളില്ല ഗൈസ്. എക്സ്ചേഞ്ച് കൊടുത്തതിലാണ് എൻ്റെ ഫുൾ പ്രതീക്ഷ. ഇനി എന്താവാണോ അടുത്തത് വരുന്നത്. ഇവർ ഭയങ്കര കെയർലെസ്സാണ് തോന്നുന്നത്. പാക്കേജിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ഭയങ്കര വീക്കാണ്. ബട്ട് നല്ല പ്രൊഡക്റ്റാട്ടോ. ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. മിററും കൂടി സെറ്റായിരുന്നെങ്കിൽ പൊളിയായിരുന്നേനെ. പിന്നെ കിട്ടിയ സ്ഥിതിക്ക് അതൊക്കെ സെറ്റ് ചെയ്ത് 2-3 വീഡിയോ ഒക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നോക്കുമ്പോഴും എനിക്ക് ആ പൊട്ടിയ മിറർ കാണുമ്പോൾ സങ്കടം കൊണ്ട് ഞാൻ അതേപോലെ പാക്ക് ചെയ്ത് തിരിച്ച് അവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രൊഡക്റ്റ് വരുമ്പോൾ നമുക്ക് ബാക്കി അറിയാം എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. പ്രത്യേകിച്ച് ഇനി പരിപാടിയൊന്നുമില്ല. 2-3 ഡേ ആഡ് ചെയ്തിട്ട് അതിൽ ഏതൊക്കെ ഡേ ആണെന്ന് എടുത്ത് പറയാൻ പോലും എനിക്ക് അറിയുന്ന ഒറ്റ അവസ്ഥയായിരുന്നു.